ഒരു സീസണിൽ നമ്മൾ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് രാത്രി ഭയങ്കര ശക്തമായിട്ടുള്ള ചുമ. അപ്പോൾ ഈ ഇത്തരത്തിൽ ഇങ്ങനെ ചുമയ്ക്കുന്ന സമയത്ത് രാത്രി കിടന്ന ഉടനെ ഭയങ്കര ചുമ. അപ്പോൾ ഇത്തരത്തിൽ ചുമയ്ക്കുന്ന സമയത്ത് നമ്മൾ അപ്പത്തെ ഉറക്കവും പോവുകയാണ്, പിറ്റത്തെ ദിവസത്തെ എനർജിയും കൂടെ ബാധിക്കുകയാണ് ക്ഷീണം കാരണം. അപ്പോൾ ഇത്തരത്തിലുള്ള ചുമ ഉണ്ടെങ്കിൽ ആൾക്ക് ഫോളോ ചെയ്യാൻ പറ്റിയ സിമ്പിൾ ടിപ്സും അതേപോലെ തന്നെ ഈ ചുമയുടെ കാരണങ്ങളുമാണ് ഈ വീഡിയോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് ഇനി ഉണ്ടാവും കേട്ടോ. രാത്രി കിടക്കുമ്പോൾ നമ്മുടെ മൂക്കത്തെയും തൊണ്ടയിലേക്ക് കഫം ശ്വാസനാളത്തിലേക്ക് ഇറങ്ങി വരുന്നത് ഇത്തരത്തിൽ നമുക്ക് ചുമ, വീസിങ്, വലിവൊക്കെ കൂടാനുള്ള ഒരു കാരണമാണ്. അതേപോലെ തന്നെ നമ്മൾ ഈ നെഞ്ചിരിച്ചിൽ, പുളിച്ചു തേട്ടലൊക്കെ ഉള്ള GRD പോലുള്ള അസുഖങ്ങൾ ഉള്ളവരാണെങ്കിൽ ആ ഒരു ആസിഡ് കാരണവും നമുക്ക് ചുമ കൂടും. അത്ര എയർ കണ്ടീഷണറൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ അറ്റ്മോസ്ഫിയറിലുള്ള വരണ്ട വായു നമ്മുടെ ഈ ചുമ കൂടാനുള്ള ഒരു കാരണമാണ്. ചെയ്യേണ്ടത് ഭക്ഷണം നേരത്തെ കഴിക്കുക. ഒരു 7 മണിക്കൊക്കെ കഴിക്കുകയാണെങ്കിൽ രാത്രി ഒരു 10 മണിക്ക് ഉറങ്ങുകയാണെങ്കിൽ നമുക്ക് ആസിഡ് റിഫ്ലക്സ് കാരണമുള്ള ചുമ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ അതേപോലെ തന്നെ കഴിക്കുമ്പോൾ കുറച്ച് ലൈറ്റ്, ഈ കഫക്കെട്ടൊക്കെ ഉള്ള സമയത്ത് ലൈറ്റായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, സൂപ്പുകളൊക്കെ കുടിക്കുക. ഇഞ്ചിയൊക്കെ ഇട്ടിട്ടുള്ള ഇഞ്ചി, കുരുമുളകൊക്കെ ചേർത്തുള്ള സൂപ്പുകൾ കുടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഡൈജഷനും എളുപ്പമായിരിക്കും, ഉറക്കവും സുഖമായി. തലേണ ഒന്ന് ഉയർത്തി കിടക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഒരു 2 തലേണൊക്കെ ഉയർത്തി കിടക്കുകയാണെങ്കിൽ കഫം താഴത്തേക്ക് ഇറങ്ങി വന്നിട്ടുള്ള ഒരു പോസ്റ്റ് നേസൽ ഡ്രിപ്പ് കൊണ്ടുള്ള ചുമ ഒഴിവാക്കാവുന്നതാണ്. ഉറങ്ങുന്നതിന്റെ തൊട്ട് മുമ്പ് കുറച്ച് ഇളം ചൂടുവെള്ളത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വായ കൊള്ളുന്നത്, തൊണ്ടയിലൊക്കെ തട്ടിച്ച് വായ കൊള്ളുന്നത് ഇൻഫെക്ഷൻ കുറയാൻ സഹായിക്കുന്നതാണ്. അതേപോലെ ഇഞ്ചി, തുളസി ഒക്കെ ഇട്ടിട്ട് ചുക്കാപ്പിയോ അല്ലെങ്കിൽ ഇഞ്ചി തുളസി ചായയൊക്കെ ആയിട്ട് കുടിക്കുന്നത് നല്ലതാണ്. തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. അതേപോലെ AC-യുടെ ടെമ്പറേച്ചർ 24 to 26 ഡിഗ്രിയിൽ ക്രമീകരിക്കുക. വായു വല്ലാതെ ഉണങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് മുറിയിൽ ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് വെള്ളം വെക്കുന്നത് നല്ലതാണ്. ഫാനിന്റെ കാറ്റാണെങ്കിൽ ഡയറക്റ്റ് തട്ടുന്ന രീതിയിൽ കിടക്കാതിരിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാം. 1-to-1 കൺസൾട്ടേഷന് താല്പര്യമുള്ളവരാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ.